ഇതെന്താ ഇങ്ങനെ പിന്നെ പോയില്ല അങ്ങോട്ട് കണ്ടു അല്ല പിന്നെ ഇങ്ങോട്ട് പോയില്ല അങ്ങനെ അതിലെന്താ എന്നൊന്നും തൃക്കൈപ്പറ്റ കുറച്ച് അവിടെ നേരം എടുത്തു പോയി പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും. നമ്മളിപ്പോൾ ഉള്ളത് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് മുസ്ലിം ലീഗ് പാർട്ടി നിർമ്മിച്ചു നൽകുന്ന വീടുകളിലെ ഇന്ന് താക്കോൽദാനം നടത്തിയ വീടുകളിലെ ഓരോ വീടുകളും ഇങ്ങനെ നോക്കിക്കാണുകയായിരുന്നു. സത്യത്തിൽ ഏറെ അഭിമാനകരമായ ഒരു സമയം. കാരണം ഓരോ വീടുകളും നമ്മൾ തുറന്നു കാണുമ്പോൾ അതിമനോഹരമായി അത് സജ്ജീകരിച്ച് അതിൽ ഏറ്റവും കൂടുതൽ ഫർണിച്ചറുകൾ ഫിറ്റ് ചെയ്ത് എല്ലാ സജ്ജീകരണത്തോടു കൂടിയും ഇലക്ട്രിസിറ്റിയും അതുപോലെ തന്നെ വെള്ളവും എന്നുവേണ്ട എല്ലാ സജ്ജീകരണത്തും ആധുനിക സജ്ജീകരണത്തോടു കൂടിയിട്ട് ഈ വീടുകളൊക്കെ ഇന്നിങ്ങനെ നടന്നു കണ്ടപ്പോൾ സത്യത്തിൽ ഏറെ അഭിമാനം തോന്നി. ഉദ്ഘാടനം കഴിഞ്ഞ് നേതാക്കളും മറ്റു ബന്ധപ്പെട്ടവരൊക്കെ എല്ലാവരും തിരിച്ചുപോയി വീട്ടിലേക്ക് ഓരോരുത്തരായി വരുന്നു. അതിനൊക്കെ അപ്പുറം അനേകം ആളുകൾ ഇപ്പോഴും ഈ വീട് സന്ദർശിക്കാൻ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോരുത്തരും ഓരോ വീടുകളിൽ പോയി ആ വീട് സന്ദർശിക്കുവാനും ആ വീട് ഫോട്ടോ എടുക്കുവാനും എന്ന് വേണ്ട ഓരോ വീടുകളിലെ സജ്ജീകരണങ്ങൾ നോക്കിക്കാണുന്നതിന് വേണ്ടിയൊക്കെ ബന്ധപ്പെട്ട ആളുകൾ പല ഭാഗത്ത് നിന്നിങ്ങനെ സത്യത്തിലേറെ അഭിമാനകരമായ ഒരു സമയം. പാർട്ടി പാവപ്പെട്ടവരെ ദുരന്തത്തിൽപ്പെട്ടവരെ ചേർത്ത് പിടിച്ചപ്പോൾ അതിലൊക്കെ ഒരു കണ്ണികളാകാനും അതിലൊക്കെ സഹായം ചെയ്ത ആളുകളും അതുമായി സഹകരിച്ച ആളുകളൊക്കെ ഇതിങ്ങനെ വന്ന് കാണുമ്പോൾ ഏറെ അഭിമാനം. വീടുകളുടെ സിറ്റ് ഔട്ടിൽ ഓരോ വീടിൻ്റെ സിറ്റ് ഔട്ടിലും 3 കസേരകളും ബെഡ്റൂമിൽ ഫർണിച്ചറുകളും എന്നുവേണ്ട എല്ലാ സജ്ജീകരണത്തോടു കൂടി വീടിൻ്റെ സജ്ജീകരണങ്ങൾ കണ്ടപ്പോൾ സത്യത്തിൽ ഏറെ അഭിമാനം തോന്നി. എന്നെ ഏറെ ആശ്ചര്യപ്പെടുത്തിയത് മെയിൻ റോഡിൽ നിന്ന് ഓരോ വീട്ടിലേക്കും വാഹനങ്ങൾ കയറ്റുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണം. സത്യത്തിൽ ഈ വീട്ടിലേക്ക് ഇങ്ങനെ മെയിൻ റോഡിൽ നിന്ന് കയറി വന്ന് ഈ വീട്ടിലെ മെയിൻ വാഹനം കയറ്റി ഇങ്ങനെ പാർക്ക് ചെയ്യുവാനും ഇങ്ങനെ കയറുവാനുള്ള സജ്ജീകരണം. തൊട്ടടുത്ത് ഇതേ വീട് വീണ്ടും ഇതുപോലെ തന്നെ 2 സൈഡുകളിലായിട്ട് നിരയായിട്ട് ഏറെ സന്തോഷം. ഉണ്ടോ ഇവിടേക്ക് ഈ വീട്ടിലേക്ക് കയറാനുള്ള സജ്ജീകരണം എന്ന് വേണ്ട വല്ലാത്തൊരു അഭിമാനവും ഏറെ സന്തോഷവും. അതിലേറെ രാപ്പകൽ ഭേദമന്യേ ഇതിനൊക്കെ ഓടി നടന്ന് എല്ലാ സജ്ജീകരണം തയ്യാറാക്കുന്നതിന് വേണ്ടി വൈറ്റിക്കാട് പ്രവർത്തകന്മാർ. ഞാനും പ്രിയങ്കനായ സൗദി നാഷണൽ KMCCയുടെ അഭിവന്ദ്യനായ പ്രസിഡന്റും എല്ലാവരും ഉദ്ഘാടനമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഓരോരോ വീടുകൾ ഇങ്ങനെ കയറി നോക്കുകയായിരുന്നു. ഇപ്പോഴും ആളുകളിങ്ങനെ ഇത് കാണുന്നതിന് വേണ്ടി വാഹനങ്ങളിലും ചെറുവാഹനങ്ങളിലുമായി
നോമ്പ് തുറന്നതിന് ശേഷവും ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അസ്സലാമു അലൈക്കും. എന്താ എല്ലാവർക്കും സുഖല്ലേ? മാഷാ അല്ലാ. ഞങ്ങള് വയനാട്ടില് മുണ്ടക്കൈ ചൂരമലയില് പുനരധിവാസത്തില് ഇന്ന് വീടുകൾ സമർപ്പിച്ച് ആ പ്രോഗ്രാമിൽ വന്നായിരുന്നു. ആ നോമ്പൊക്കെ തുറന്നതിന് ശേഷം പിന്നെ മുജീബ് സാഹിബ് ഞങ്ങളൊക്കെ പാടെ വീടുകളൊക്കെ ഒന്നും കൂടെ പോയി കാണാം. ആ തിരക്കിന്റെ സമയത്ത് കാണാൻ കഴിയില്ലല്ലോ. ഒന്ന് ഫ്രീ ആയി വന്ന് കണ്ടതാണ്. അൽഹംദുലില്ലാഹ് വളരെ റാഹത്തായി. കാരണം അഭിമാനം തോന്നാണ് നമ്മുടെ പാർട്ടിയെ ഓർത്ത്, നമ്മുടെ പാർട്ടിയുടെ ഓരോ പ്രവർത്തനങ്ങൾ ഓർത്ത്. കാരണം അത്രയും മനോഹരമായി ഈ വീടുകൾ നിർമ്മിച്ച് ഓരോ വീട്ടിലേക്കും മെയിൻ റോഡ് കൊടുത്ത് ആ മെയിൻ റോഡിൽ നിന്ന് ഓരോ വീട്ടിലേക്കും വാഹനം കയറാൻ എല്ലാ വീട്ടിലേക്കും വാഹനം കയറും. വാഹനം കയറാത്ത വീടില്ല. അത്രയും മനോഹരമായി 3 ബെഡ്റൂമിൽ ബാത്റൂം കിച്ചന് സൗകര്യത്തോടു കൂടിയൊക്കെയാണ് വീടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഓരോരുത്തരും പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളൊക്കെ നൽകിയ സംഭാവനകൾ ഇതിലുണ്ട്. സൗദി KMCC മാത്രം ഏകദേശം 3.5 കോടി രൂപയിലധികം കൊടുത്തിട്ടുണ്ട്. മറ്റ് KMCCകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഓരോ പ്രവർത്തകന്മാരും പറയാനുള്ളത്, നിങ്ങൾ കൊടുത്ത ആ പണം വെറുതെ ആയിട്ടില്ല. കാരണം ഇന്ന് 51 വീട് പണി പൂർത്തിയായി അതിന്റെ താക്കോൽ കൈമാറിയിട്ടുണ്ട്. ബാക്കി 54 വീട് ഇനി ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കും.